ധനരാജ് അനുസ്മരണ ദിനമായ ഇന്ന് ടി എ മധുസൂദനന്റെയും കെ രാഗേഷിന്റെയും അനുസ്മരണ പോസ്റ്ററുകൾക്ക് താഴെ അണികളുടെ രോഷപ്രകടനം. വിമർശനം രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. കമന്റ് ഡിലീറ്റ് ചെയ്ത് കമന്റ് ബോക്സും പൂട്ടി. ടി എ മധുസൂദനൻ ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. വിവരങ്ങളുമായി ജോസഫ്, ഒരുപക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം CPM-ന് ഏറ്റവും വലിയ തിരിച്ചടിയുണ്ടായ വിഷയം തന്നെയാണ് ധനരാജ് അനുസ്മരണവും ധനരാജുമായി ബന്ധപ്പെട്ട രക്തസാക്ഷി ഫണ്ടിന്റെ വകമാറ്റിയുള്ള ഉപയോഗം, ക്രമക്കേടുകളടക്കം ഉന്നയിച്ച വിഷയങ്ങൾ. സ്വാഭാവികമായും ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ അനുസ്മരണ ദിനത്തിനു താഴെ ടി എ മധുസൂദനന്റെയും കെ രാഗേഷിന്റെയും പോസ്റ്റുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള അണികളുടെ രോഷപ്രകടനം കാണുന്നു. സബ്ന, തീർച്ചയായും ധീരസഖാവ് രക്തസാക്ഷി ധനരാജിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ആ പോസ്റ്ററുകൾക്ക് താഴെയാണ് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉൾപ്പെടെ കണ്ടെത്താനായത്. അതായത് പയ്യന്നൂരിലെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ ഇതുവരെയും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ആ പാർട്ടിയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും മറന്നേക്ക് പുറത്തു വരുന്നൊരു സാഹചര്യം, അണികളിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് രോക്ഷമുണ്ട് എന്നുള്ളതിന്റെ പരസ്യ പ്രകടനമാണ് ഇപ്പോൾ കണ്ടത്. ഇവർ പങ്കുവച്ച നവമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നത്. ഫണ്ട് കട്ടവൻ ഫണ്ട് തിരിച്ചു നൽകണം എന്നൊക്കെയുള്ള ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതിന് പിന്നാലെ ടി എ മധുസൂദൻ കമന്റ് ബോക്സ് പൂട്ടിയിരിക്കുകയാണ്. സമാന രീതിയിൽ തന്നെ ഈ പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുള്ളത് CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കെ രാഗേഷാണ്. കെ രാഗേഷിന്റെ കമന്റ് ബോക്സിന്റെ താഴെയും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. പയ്യന്നൂരിലെ തോൽവിയിൽ മാത്രമല്ല, കണ്ണൂരിലുണ്ടായ ആകെ മാറ്റങ്ങളിൽ കെ രാഗേഷ് ഉൾപ്പെടെയുള്ളവർ സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കണമെന്നൊരു ആവശ്യമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. മാത്രമല്ല, ധനരാജിനോട് മനസാക്ഷിത്വപരമല്ലാതെ പെരുമാറിയത് CPM-ന്റെ നേതാക്കളാണെന്നുള്ള ഗുരുതര ആരോപണം കൂടി ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് അണികൾ. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതായത് അണികളുടെ ഉള്ളിലെ ഒരു പ്രതിഷേധമാണ് ഇപ്പോഴും അണപൊട്ടി ഒഴുകുന്നത്. ഈ ധനരാജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എപ്പോഴൊക്കെ വരികയും അത് വളരെ വൈകാര്യപൂർവ്വം മാത്രമാണ് ഈ ഇത്തരത്തിൽ പയ്യന്നൂരിലെയും അതുപോലെ തന്നെ കണ്ണൂരിലെയും പാർട്ടി അണികൾ പ്രത്യേകിച്ച് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ടി എ മധുസൂദൻ അമ്പെ പരാജയപ്പെടുകയും വി കുഞ്ഞികൃഷ്ണൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. പാർട്ടിയിൽ ഈ ധനരാജിന്റെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും പരിഹരിച്ചില്ലെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരിക്കും സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഇന്ന് നവമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് വലിയ രീതിയിലുള്ള രോക്ഷപ്രകടനങ്ങളും വിമർശനങ്ങളും ഉണ്ടായിരിക്കുന്നത്. സ്വപ്ന ജോസഫാണ് വിവരങ്ങളുമായി ചേർന്നത്.